മോഹൻലാലിനെ അവാർഡ് നൽകി വെളുപ്പിച്ച് തമ്പിയും വിജയനും. മലയാള സിനിമയിൽ 40 കൊല്ലം ബെല്ലും ബ്രേക്കും ഇല്ലാതെ പാഞ്ഞ് സിനിമാ മേഖലയെ ഒരു അധോലോകമാക്കി മാറ്റി അതിനെ നിയന്ത്രിക്കുന്ന മാഫിയ തലവനായി മാറി എന്ന് അഭിനേതാക്കൾ തന്നെ ആരോപിക്കുന്ന മോഹൻലാലിനെ വെളുപ്പിക്കുവാൻ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയ അവാർഡ് കൊടുപ്പ് പരിപാടി കണ്ടാലും. ശ്രീമോഹനം എന്ന പേര് നൽകിയ പരിപാടിക്ക് നിലവിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ത്രീമോഹനൻ എന്ന പേരായിരുന്നു നല്ലതെന്ന് കാണികൾ അഭിപ്രായപ്പെട്ടു. ജയൻ കലാ സാംസ്കാരിക വേദിയെ പിളർത്തി ശ്രീകുമാരൻ തമ്പി സ്വന്തം പേരിൽ ജീവിച്ചിരിക്കെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി. ആ ഫൗണ്ടേഷന്റെ അവാർഡാണ് ഇന്ന് മോഹൻലാലിന് നൽകിയത്. പരിപാടി കുളമാകാതിരിക്കുവാൻ, കൂവി പണ്ടാരമടക്കാതിരിക്കുവാൻ പാസ് കൊടുത്ത് ഫാൻസ് അംഗങ്ങളെ ഇറക്കിയായിരുന്നു അവാർഡ് നിശ സംഘടിപ്പിച്ചത്. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന ആദർശത്തിൽ വിശ്വസിക്കുന്ന തമ്പിച്ചേട്ടൻ ആസൂത്രണം ചെയ്ത പരിപാടിയിൽ തമ്പിച്ചേട്ടൻ്റെ പൂർണ്ണകായ ചിത്രങ്ങൾ നിറഞ്ഞു നിന്നു. തമ്പിച്ചേട്ടൻ എഴുതി, തമ്പിച്ചേട്ടൻ സംവിധാനം ചെയ്ത്, തമ്പിച്ചേട്ടൻ അണിയിച്ചൊരുക്കിയ തമ്പിച്ചേട്ടനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി മുഖ്യമന്ത്രിയോടൊപ്പം തമ്പിച്ചേട്ടൻ നിർനിമേഷനായി ഇരുന്ന് കണ്ടു. രാത്രിയിൽ കണക്കിൻ്റെ ഹോംവർക്ക് ചെയ്തതിനു ശേഷം കണക്കിൻ്റെ ഒരു പേജിൽ ഭംഗിയായിട്ടൊരു ചതുരം വരച്ചു. ആ ചതുരത്തിനകത്ത് നിർമ്മാണം സംവിധാനം ഹരിപ്പാട്ട് ശ്രീകുമാരൻ തമ്പി എന്ന് എഴുതി അതിൽ നോക്കി സ്വപ്നം കണ്ടു. അപ്പോൾ അവൻ്റെ അമ്മ ചോദിച്ചു, എന്താ നീ ചെയ്യുന്നത്? അത് ഞാൻ ഭാവിയിൽ എടുക്കാൻ പോകുന്ന സിനിമയിൽ ഇങ്ങനെയാണ് എൻ്റെ പേര് എഴുതി കാണിക്കുക. 18 വർഷത്തിന് ശേഷം ഞാൻ സ്വന്തം ചലച്ചിത്ര നിർമ്മാണ കമ്പനി തുടങ്ങി ചന്ദ്രകാന്തം എന്ന സിനിമ എടുത്തു. അതുപോലെ മോഹൻലാലിനുള്ള സമ്മാനം തമ്പിച്ചേട്ടൻ തന്നെ കൊടുത്തു. പിണറായി വിജയൻ അത് നോക്കി നിന്നു. മന്ത്രി സജി ചെറിയാന്റെ കയ്യിൽ ഒരു ശില്പം വെച്ചു കൊടുത്ത് അത് തമ്പിച്ചേട്ടൻ തന്നെ തമ്പിച്ചേട്ടന് വേണ്ടി വിനയപൂർവ്വം ഏറ്റുവാങ്ങി. സമ്മാനം കിട്ടിയ മോഹൻലാൽ നടത്തിയ മറുപടി പ്രസംഗം കാണുക. വിശിഷ്ട വ്യക്തികളെ, ഇത്രയും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ തമ്പിസാർ, നമസ്കാരം. മലയാളിയായി ജനിച്ച ഞങ്ങളടക്കമുള്ള എത്രയോ തലമുറകളുടെ യൗവന സങ്കല്പങ്ങളെ താലോലിച്ച കവിഭാവനകൾ സൃഷ്ടിച്ച പ്രതിഭാധനനാണ് ശ്രീകുമാരൻ തമ്പിസാർ. എനിക്ക് അദ്ദേഹവുമായി ചില അദൃശ്യ ബന്ധങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുരുവായും ജ്യേഷ്ഠനുമായും ഒക്കെ അദ്ദേഹം വഴികാട്ടിയായി അങ്ങനെ മുന്നിലുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആകാശവാണിയിൽ കേട്ടതും പാടിയതുമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അങ്ങനെ വളർന്ന ഒരു സമൂഹത്തിൽപ്പെട്ട ആളാണ് ഞാൻ. ശ്രീകുമാരൻ തമ്പി MK അർജുൻ, ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി, ശ്രീകുമാരൻ തമ്പി ദേവരാജൻ, ശ്രീകുമാരൻ തമ്പി MS വിശ്വനാഥൻ തുടങ്ങിയ കൂട്ടുകെട്ടുകളെ എത്ര മനോഹര ഗാനങ്ങളാണ് നമ്മളൊക്കെ ഹൃദയം കൊണ്ട് പാടിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ പാടുന്നത്. നമുക്കറിയാവുന്ന നാടിനെ പറ്റിയും ഉത്സവങ്ങളെ പറ്റിയും നമുക്കറിയാവുന്ന ആളുകളെ പറ്റിയും നമുക്കറിയാവുന്ന ബന്ധങ്ങളെ പറ്റിയും ബന്ധനങ്ങളെ പറ്റിയുമൊക്കെ അദ്ദേഹം എഴുതിയ എത്രയോ മനോഹരമായ ഗാനങ്ങൾ. ഇതെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറയുന്നത്. ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ എന്നുള്ള ഗാനം, വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി ചെമ്പകത്തൈകൾ പൂത്ത മാനത്തെ പൊന്നമ്മ, അങ്ങനെ ഇതൊക്കെ തമ്പിശാലല്ലാതെ ആർക്കാണ് എഴുതാൻ കഴിയുക? ഞങ്ങളുടെ കാലത്തെ പ്രണയഗാനങ്ങളുടെ ഉസ്താദ് എന്ന നിലയ്ക്കാണ് തമ്പിസാർ അറിയപ്പെട്ടിരുന്നത്. സാർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അഭിനയ രംഗത്ത് വന്ന കാലത്താണ് ദാസേട്ടന്റെ യേശുദാസ് അദ്ദേഹത്തിന്റെ തരംഗിണി കാസറ്റിന് വേണ്ടി തമ്പിസാർ എഴുതിയ ഉത്സവ ഗാനങ്ങളും ഓണപ്പാട്ടുകളും കേരളത്തിൽ സിനിമാ ഗാനങ്ങളെ അതിശയിപ്പിച്ച് തരംഗമാകുന്നത്. മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് പുറത്ത് ശക്തമായൊരു ലളിതഗാന പാരമ്പര്യത്തിനു വേണ്ടിയും അദ്ദേഹം സംഭാവന നൽകി. അദ്ദേഹം കഥ എഴുതി സംവിധാനം ചെയ്ത ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിൽ അദ്ദേഹം തന്നെ രചിച്ച് സംഗീത സംവിധാനം ചെയ്ത ഗാനങ്ങൾ വിൽപ്പനയിൽ റെക്കോർഡിട്ട് മലയാളത്തിൽ ഗോൾഡൻ ഡിസ്ക് ബഹുമതി വരെ നേടി. 1982
തമ്പിസാർ നിർമ്മിച്ച് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത എനിക്കും ഒരു ദിവസം എന്ന സിനിമയിലാണ് എന്നെ അദ്ദേഹം അഭിനയിപ്പിക്കുന്നത്. അന്ന് തുടങ്ങിയതാണ് ഈ ബന്ധം. അക്കാലത്ത് ഞാൻ ചെറിയ വേഷങ്ങളിലും പ്രതിനായ വേഷങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു വരുന്നതേ ഉള്ളൂ. ഞാൻ നായകനാകുന്ന ആദ്യ ചിത്രങ്ങളിലൊന്നാണ് എനിക്കും ഒരു ദിവസം. തൊട്ടടുത്ത വർഷം നസീർ സാറും മധു സാറും ഒക്കെയുള്ള ആധിപത്യം എന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിനും എനിക്ക് പ്രാധാന്യമുള്ള ഒരു വേഷം അദ്ദേഹം തന്നു. 1986 ഞങ്ങളുടെ കൂടിച്ചേരലിൽ രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ അനശ്വര ഗാനങ്ങളുള്ള യുവജനോത്സവം പുറത്തുവരുന്നത്. 1990 അദ്ദേഹത്തിന്റെ രചനയിൽ അന്തരിച്ച ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത അപ്പൂവിലും ഞാനായിരുന്നു നായകൻ. അതിലെ ഗാനങ്ങൾ കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമൊഴിക്കുന്നിൽ വെച്ചോ അപ്പൂവിലെ പാട്ടുകൾ ഇതെല്ലാം മറക്കാനാവാത്ത ഗാനങ്ങളാണ്. തമ്പിസാറിനെ പറ്റി പറയുമ്പോൾ സിനിമാ നടൻ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ മഹാസൗഭാഗ്യങ്ങളിലൊന്നാണ് അദ്ദേഹം എഴുതിയ ഗാനങ്ങൾ കൊണ്ട് ചുണ്ടനക്കുകയും അല്ലാതെ വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെടാനായത്. പാടാം നമുക്ക് പാടാം, വീണ്ടും ഒരു പ്രേമഗാനം പോലെ കാലത്തെ അതിജീവിച്ച എത്രയോ ഗാനങ്ങൾ സംവിധാനം ചെയ്യാത്ത ചില സിനിമകളിലെ ഹിറ്റ് ഗാനരംഗങ്ങളിലും എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് പത്മരാജൻ സംവിധാനം ചെയ്ത തൂവാനത്തുമ്പിലെ പാട്ടുകൾ. മേഘം പൂത്തു തുടങ്ങി, ഒന്നാം രാഗം പാടി ഒക്കെ ഇന്നും മലയാളികളുടെ ചുണ്ടുകളേറ്റ് പാടുന്ന ഗാനങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ അഭിനയിച്ചിട്ടുള്ളപ്പോഴും അടുത്ത് ഇടപഴകിയപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഉണ്ട്. കൊച്ചുകുട്ടികളുടെ മനസ്സാണ് അദ്ദേഹത്തിന്, കളങ്കമില്ലാത്ത മനസ്സാണ്. അദ്ദേഹം പെട്ടെന്ന് ചൂടാവും, ചെറിയ കാര്യത്തിന് പിണങ്ങും, അതിലും വേഗം ഇണങ്ങും. ഒരു കൂടപ്പിറപ്പിനോടെന്നവണ്ണം സ്വാതന്ത്ര്യത്തോടെയോ അദ്ദേഹം എന്നോട് ഇതുവരെ പെരുമാറിയിട്ടുള്ളൂ. എന്നെ വഴക്ക് പറയാറുള്ള ജ്യേഷ്ഠ സഹോദരന്റെ സ്വാതന്ത്ര്യം എനിക്കും അദ്ദേഹത്തോട് തോന്നിയിട്ടുണ്ട്. തുറന്ന് ഞാൻ പറയാണ്, വിട്ടുവീഴ്ചകളില്ലാത്ത സമീപനങ്ങളാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. നിർമ്മിച്ച സിനിമകളിലും സംവിധാനം ചെയ്ത സിനിമകളിലും തന്റെ ബോധ്യങ്ങളിൽ നിന്ന് അണിവിട വഴിമാറി നടക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ആർക്കു മുന്നിലും മുട്ടുമടക്കാത്ത തലപ്പൊക്കം പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വമാണ്. അതിനെ അഹങ്കാരമായി കണ്ടിട്ടുള്ള ആളുകളുണ്ടാകും. പക്ഷെ അത് തന്നെയുള്ള ആത്മവിശ്വാസമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഫൗണ്ടേഷന്റെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ കൂടുതൽ വിനയാതനാകുകയാണ്. അത് തമ്പിസാറിനെ പോലൊരു പ്രതിഭയോടുള്ള കടുത്ത ആരാധന കൊണ്ടും എന്നെ ഞാനാക്കിയതിനൊരു പങ്ക് വഹിച്ചു എന്നുള്ള കടപ്പാടും ബഹുമാനവും കൊണ്ടുമാണ്. അതിലേറെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള അഭിമാനമുണ്ട്. ചിലർക്കൊപ്പം ജീവിച്ചിരിക്കാനാവുക നമ്മുടെയൊക്കെ സുഹൃതമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരത്തിലൊരു മനീഷിയാണ് എനിക്ക് തമ്പിസാർ. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനാവുക എന്നത് ആയുസിന്റെ പുണ്യമായിട്ടാണ് നാം കണക്കാക്കുന്നത്. ശതാഭിഷിക്തനാകുന്ന ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ തമ്പിസാറിന് ആയുരാരോഗ്യ സൗഖ്യം നൽകി ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്നും ഇനിയും അർത്ഥസമ്പുഷ്ടമായ വരികളാൽ നമ്മെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്മാനം കൊടുത്ത തമ്പിച്ചേട്ടന്റെ പ്രസംഗം കാണുക. അഭിനയം എന്ന കാര്യത്തിൽ 4 അംഗങ്ങളുള്ളതായി നാട്യശാസ്ത്രത്തിന്റെ രചയിതാവ് നാടകകലയുടെ ഉപജ്ഞാതാവുമായ ഭരതമുനി പറഞ്ഞിട്ടുണ്ട്. സാത്വികം, ആംഗികം, വാചികം, ആഹാര്യം എന്നിവയാണ് ഈ 4 അംഗങ്ങൾ. സാത്വികം എന്നാൽ ഭാവാഭിനയമാണ്. നടന്റെ അഥവാ നടിയുടെ മനോധർമ്മം ഇതിൽ ഉൾപ്പെടും. ആംഗികം എന്നാൽ ശരീരാംഗങ്ങളുടെ ചലനക്രമീകരണമാണ്. സംഭാഷണം എങ്ങനെ ഉച്ചരിക്കണം, ശബ്ദത്തിലെ ശ്രുതിഭേദങ്ങൾ എങ്ങനെയായിരിക്കണം എന്നിവ നിശ്ചയിക്കുന്നതാണ് വാചികം. അഭിനയത്തിന്റെ ഈ 4 അംഗങ്ങൾ ശ്രീ മോഹൻലാൽ എന്ന നടന്റെ കയ്യിൽ അർപ്പിക്കുന്നു. സ്വാഭാവിക ചലനങ്ങളിലൂടെ ഏത് കഥാപാത്രത്തെയും അവതരിപ്പിക്കാൻ മോഹൻലാലിന്റെ കഴിവ് അന്യാവശ്യമാണ്. സിനിമാ നിർമ്മാതാവ്, സംഘാടകൻ, എഴുത്തുകാരൻ, ഗായകൻ, ദീപകാരന്റെ പ്രവർത്തകൻ എന്നിവരിലും മോഹൻലാൽ ശ്രദ്ധേയനാണ്.
ശ്രീകുമാരനുള്ള ഈ പുരസ്കാരം മോഹൻലാൽ നൽകാൻ കഴിയുന്നത് ഈ ഫൗണ്ടേഷൻ അഭിമാനിക്കുന്നു. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ പശ്ചാത്തലത്തിൽ നാറ് നിൽക്കുന്ന പവർ ഗ്രൂപ്പിന്റെ നേതാവിനെ വെള്ളപൂശുവാൻ പിണറായി അവാർഡ് നൽകി ആദരിച്ച ശേഷം നടത്തിയ പ്രസംഗം കേൾക്കുക. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഇത്തരം പരിപാടികൾ പങ്കെടുക്കുന്നതിന് മുമ്പ് പല കാര്യങ്ങൾ ചിന്തിക്കണം. വിജയൻ എന്ന നിലയിൽ പോകുന്നതിന് കുഴപ്പമില്ല. സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ പോകുമ്പോൾ താങ്കൾ ആലോചിക്കണം, എന്ത് മാനദണ്ഡത്തിലാണ് ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നത്, ആരായിരുന്നു ജഡ്ജിംഗ് പാനൽ, ആരെയൊക്കെ ഇവർ പരിഗണിച്ചു, അവർക്കൊന്നുമില്ലാത്ത എന്ത് മേന്മയാണ് ലാലിൽ കണ്ടത്, ഈ പരിപാടി ആരുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നടത്തിയത്, ഈ സംഘടന ഇതിനു മുമ്പ് എന്തൊക്കെ പിരിവുകൾ നടത്തിയിട്ടുണ്ട്, എല്ലാം അന്വേഷിക്കണം. പിണറായി വിജയൻ പറയുന്നത് ലാലിനെ പുതിയ തലമുറ മാതൃകയാക്കണമെന്നാണ്. എന്ത് കാര്യത്തിലാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ശ്രീകുമാരൻ തമ്പി പുരസ്കാരത്തിലൂടെ ഈ വർഷം ഈ ആദരവിന് അർഹനായിട്ടുള്ളത് ശ്രീ മോഹൻലാലാണ്. ഒരു വിശേഷണം ആവശ്യമില്ലാത്ത വിധം, ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത വിധം മലയാളികളുടെ ആകെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന മുഖമാണ് അദ്ദേഹത്തിൻ്റെ. ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെയായി അഭിനയ കലയിലൂടെ മലയാള സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം. ഇടയ്ക്കിടയ്ക്ക് ഇതര ഭാഷകളിലും പ്രത്യക്ഷപ്പെടും. ആ നിലയ്ക്ക് മലയാള ചലച്ചിത്ര കലാകാരൻ എന്ന അടിസ്ഥാന വിന്യാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ദേശീയ ചലച്ചിത്രകാരനായി ഉയർന്നു നിൽക്കുന്നു മോഹൻലാൽ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരമടക്കം ദേശീയവും അന്തർദേശീയവുമായ ബഹുമതികൾ നേടി മലയാള സിനിമയുടെ യശസ് ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഈ കലാകാരനോട് കേരളം കടപ്പെട്ടിരിക്കുന്നു. താരപരിവേഷത്തോടെ ചലച്ചിത്ര രംഗത്ത് വഹിക്കുമ്പോൾ തന്നെ നാടകകലയിലും ശ്രദ്ധിക്കാൻ മോഹൻലാൽ മനസ്സ് വെച്ചു. അതിനെ അടയാളപ്പെടുത്തുന്ന നാടകമാണ് ഛായാമുദ്ര. ശ്രദ്ധേയമായ എത്രയോ കഥാപാത്രങ്ങളെ എടുത്തു പറയേണ്ട വിളിയോടെ അദ്ദേഹം വെള്ളിത്തിരയിലൂടെ മലയാള പ്രേക്ഷകന്റെ മനസ്സിൽ സ്ഥാപിച്ചു. ഭാവവൈവിധ്യങ്ങളുടെ കലാകാരനാണ് മോഹൻലാൽ. വ്യത്യസ്തങ്ങളായ എത്രയോ ഭാവങ്ങളുള്ള കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം സിനിമയിൽ അവതരിപ്പിച്ചത്. ചലച്ചിത്ര കലാകാരനായിരിക്കെ തന്നെ ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ നിന്ന് ചെറുപ്പക്കാരെ സൈനിക സേവനത്തിലൂടെ രാജ്യരക്ഷയ്ക്ക് സംഭാവന ചെയ്യാൻ മോഹൻലാൽ പ്രേരിപ്പിച്ചു. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിലെ മനുഷ്യത്വവും അതിൻ്റെ ഭാഗമായ ജീവകാരുണ്യ മനോഭാവം. കേരളത്തിൽ പ്രളയദുരന്തമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള തന്റെ സംഭാവനയുമായി മോഹൻലാൽ നേരിട്ട് വന്നു തോന്നിക്കുന്നു. വീട് വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം പ്രഖ്യാപിച്ചവരുടെ നിരയിലാണ് ശ്രീ മോഹൻലാൽ. കേരളത്തെയും കേരളീയരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കേരളീയനായ ഈ കലാകാരൻ എല്ലാ ഘട്ടത്തിലും അഭിനയകലയിൽ അത്യപൂർവങ്ങൾക്ക് മാത്രം അളന്നു കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഔന്നത്യങ്ങളിലേക്ക് എത്താൻ സാധിച്ചു. ഈ അഭിനയ കുടുംബത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ നാമധേയത്തിലുള്ള പുരസ്കാരം നൽകുന്നത് അർഹതയ്ക്കുള്ള അംഗീകാരമായി തുടങ്ങിയിരുന്നു. ജീവിതമാകെ കലക്കായി സമർപ്പിച്ചാൽ മാത്രമേ കലയിൽ അത്യുന്നത തലങ്ങളിൽ ഉയരാൻ സാധിക്കും. കലാരംഗത്തേക്ക് കടക്കുന്ന പുതുതലമുറക്കാർക്ക് ഈ സന്ദേശം പകർന്നു നൽകുന്ന ജീവിതത്തിൽ ഉടമകളാണ് ശ്രീകുമാരൻ തമ്പിയും മോഹൻലാൽ. അവാർഡ് കൊടുപ്പ് പരിപാടിക്ക് ശേഷം മോഹൻലാലിന്റെ പാട്ടുകൾ MG ശ്രീകുമാർ മാത്രം പാടിയെങ്കിലേ ശരിയാവൂ എന്ന് പറയുന്ന ആ പവർ ഗ്രൂപ്പിലെ അംഗമെന്ന് ആരോപിക്കപ്പെടുന്ന MG ശ്രീകുമാറിന്റെ ഗാനമേളയും നടന്നു. പരിപാടിക്ക് പണം കൊടുത്ത 2 സ്പോൺസർമാരെ മോഹൻലാലിന്റെ 2 വശത്തായി ഇരുത്തുകയും ഫോട്ടോ എടുക്കുന്ന സമയത്ത് സംഘാടകർ ചേർത്ത് നിർത്തുകയും ചെയ്തു. കൊടുത്ത കാശ് മുതലായി എന്ന ചാരിതാർത്ഥത്തോടെ അവരും
മടങ്ങിപ്പോയി. ഒരു അവാർഡ് പരിപാടി തട്ടിക്കൂട്ടിയാൽ എന്തൊക്കെയാണ് ഗുണമെന്ന് കണ്ടോ? അപ്പോൾ നമ്മുടെ അവാർഡ് നൈറ്റ് ഉടനെ ഉണ്ട്, മറക്കരുത്. ഏത്? ഞരമ്പ് ശ്രീമാൻ 2024 സ്റ്റേ ട്യൂൺഡ്. പിന്നെ ഈ പറഞ്ഞതൊക്കെ ശശിക്കും പാലി രവീന്ദ്രനും ക്ലിപ്പ് ഹൗസിൽ പാവാട അലക്കി കൊടുക്കുന്ന എംഎംമാർക്കുമൊക്കെ ഇഷ്ടപ്പെടുമോ എന്തോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.